ജീവിതമാർഗം അഗ്നി കവർന്നവർക്ക് കൈത്താങ്ങായി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചവർക്ക് പുനരധിവാസവും ധനസഹായ വിതരണവും ചെയ്തു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പുനരധിവാസ പദ്ധതിയുടെയും ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. 2025 ജനുവരി 11 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. 8ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായി. ഇതോടെ തങ്ങളുടെ ഒരു ആയുസിന്റെ അധ്വാനം അഗ്നി കവർന്ന വ്യാപാരികൾ ജീവിതമാർഗം നഷ്ടപ്പെട്ട ഇനിയെന്തെന്ന് പകച്ചു നിൽക്കവെയാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇവരെ ചേർത്ത് പിടിച്ചത്. അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്കായുള്ള പുനരധിവാസ പദ്ധതിയുടെയും ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ നിന്നും പ്രതിസന്ധികളിൽ തങ്ങൾ ഒറ്റക്കെട്ടെന്ന മുദ്രാവാക്യങ്ങളോടുകൂടി പ്രകടനത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കുവാൻ, ഈ ഉദ്ഘാടന പരിപാടികളിൽ പങ്കാളികളാകുവാൻ, ഈ പുനരധിവാസ പദ്ധതികളിൽ പങ്കാളികളാകുവാൻ എല്ലാ നാട്ടുകാരെയും തുടർന്ന് ജീവിതമാർഗം എരിഞ്ഞടങ്ങിയ സ്ഥലത്തു തന്നെ തയ്യാറാക്കിയ വേദിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ സ്വാഗതം ആശംസിച്ചു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഗ്നിബാധ പോലുള്ള അപകടങ്ങൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കുന്ന സംരംഭകരെ കൈയൊഴിയുന്ന ഭരണകർത്താക്കളുടെ സമീപനം ഒഴിവാക്കണമെന്നും ഇതിന് മാറ്റം വരുത്തണമെന്നും രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നമുക്കറിയാം, രാജ്യത്തെ നിയമം നമ്മുടെ സംരംഭകർക്ക് ഒരു സഹായവും ചെയ്യാൻ നിയമമില്ലെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കണം, ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യാപരിച്ച വഴി അവർക്ക് 1 ലക്ഷം രൂപയുടെ സെയിൽ നടത്തുമ്പോൾ പരമാവധി 2000 3000 ലഭിക്കുമെങ്കിൽ സർക്കാരുകളുടെ ഖജനാവിലേക്ക് 5000 മുതൽ 28,000 രൂപ വരെയാണ് ചെയ്തത്. അത്രയും വലിയ തുക സർക്കാരിന് കിട്ടുകയും അങ്ങനെ സർക്കാരിന്റെ ഖജനാവിനെ വളർത്തുവാൻ വേണ്ടിയാണ് സത്യത്തിൽ കച്ചവടക്കാരുടെ കഷ്ടപ്പെടുന്നത് മുഴുവൻ. എന്നാൽ നിയമത്തിൽ പറയുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കന്നുകാലികൾക്ക് പോലും സർക്കാർ സഹായം കിട്ടും. സംരംഭകരായ കച്ചവടക്കാർക്ക് ഒരു സഹായവും നിയമത്തിലില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്ത് നിയമമാണ്? തുടർന്ന് അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് KVVS സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റിയും സമാഹരിച്ച ധനസഹായ തുക കൈമാറി. തുടർന്ന് പുനരധിവസിക്കപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ഇതോടൊപ്പം MLAയുടെ വ്യക്തിപരമായ സംഭാവനയും നൽകി. വ്യാപാരികൾക്ക് കൈത്താങ്ങാവുന്നതിനായി വണ്ടിപ്പെരിയാറിൽ നിന്നും ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീരനാംകുന്നേൽ, KVVS ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട്, പീരുമേട് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ, വണ്ടിപ്പെരിയാർ യൂണിറ്റ് ട്രഷറർ ഹാജി ഉമ്മർ ഫാറൂഖ്, സെക്രട്ടറി മുഹമ്മദ് റിയാസ്, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.